ഐഫ്ലോ ഹണി മാജിക് അവനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി നമ്മളുടെ മുസ്ലിം സഹോദരന്മാരെല്ലാം തന്നെ ഈ നോയമ്പ് കാലം ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പരിസമാപ്തി എന്ന് പറയുമ്പോൾ പെരുന്നാൾ ആണ്. അപ്പോൾ പെരുന്നാളിന് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. അപ്പോൾ ഇനി വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്തായാലും നമ്മളുടെ റംസാൻ ആഘോഷിക്കാൻ പോവാണ്. ഈ ഒരു നോമ്പ് കാലത്ത് തന്നെ നമ്മളുടെ സ്പെഷ്യൽ വിഭവം ഇപ്പോഴേ തന്നെ ഞാൻ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കാൻ പോവാണ്. കാര്യം ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ നമ്മൾ സീസണലായിട്ട് റീജിയണലായിട്ടൊക്കെ കിട്ടുന്ന വിഭവങ്ങൾ അതിലൊക്കെ നമ്മളിങ്ങനെ കുറച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ വരികയല്ലേ, അപ്പോൾ നമുക്കൊരു നോൺ വെജിറ്റേറിയൻ ആകാം. കാര്യമായിട്ടൊരു നോൺ വെജിറ്റേറിയൻ, അപ്പോൾ ചിക്കൻ കൊണ്ടുള്ളൊരു വിഭവം. കാര്യമായിട്ടൊന്നും ഞാൻ പറഞ്ഞെങ്കിലും ചിക്കനാണ്, പിന്നെ നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്, എന്നാൽ വളരെ സ്പെഷ്യലാണ്. എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ ഇത് നമ്മളുടെ ചിക്കൻ അല്ലെങ്കിൽ കോഴി മുളകിട്ടത്. അപ്പോൾ നമ്മളുടെ കോഴി മുളകിട്ടത് പല രീതിയിലും കോഴി മുളകിട്ടത് തയ്യാറാക്കുന്നുണ്ട്. പല കടകളിലുണ്ട്, പല വീടുകളിലുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിലുള്ള റെസിപ്പീസ് ഉണ്ടാകാം, ചേരുവകൾ പല രീതിയിൽ. പക്ഷേ ചേരുവകളൊക്കെ ഏതൊക്കെ കാര്യം പറഞ്ഞാലും ചേരുവകൾ മിക്കവാറും നമ്മുടെ കേരള വിഭവങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ പലതരം ചേരുവകളുണ്ടെങ്കിലും ചേരുവകളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ. പക്ഷേ അതിൻ്റെ കോമ്പിനേഷൻ എത്ര ചേർക്കുന്നു, എങ്ങനെ ചേർക്കുന്നു, ഏത് സമയത്ത് ചേർക്കുന്നു, അതിനുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ആ രുചിയെ തന്നെ മാറ്റിയെടുക്കുന്നത്. ഒരു വിഭവം മറ്റൊരു വിഭവത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അത്തരം കാര്യങ്ങളാണ്. എന്തായാലും നമ്മളുടെ മാജിക് അവൻ്റെ കോഴി മുളകിട്ടത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോഴി 1.5 കിലോ സൈസിൻ്റേത് ഏകദേശം 30 കഷ്ണങ്ങളായി മുറിച്ചത്. വെളിച്ചെണ്ണ 2-3 ടേബിൾ സ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇഞ്ചി നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത് 3 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത് 2 ടേബിൾ സ്പൂൺ, സവാള 2 ഇടത്തരം ചെറുതായി അരിഞ്ഞത്, പിരിയൻ മുളകിൻ്റെ പൊടി 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 4 എണ്ണം ചെറുതായി അരിഞ്ഞത്, വാളൻപുളി ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിൽ 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്തത്, വെള്ളം 1 കപ്പ്, കറിവേപ്പില ആവശ്യത്തിന്. അപ്പം നമ്മളുടെ കോഴി മുളകിട്ടത് തയ്യാറാക്കി തുടങ്ങാം. കുറച്ച് ചേരുവകളേ ഉള്ളൂ, ഉള്ളതെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്ന് നമുക്ക് തയ്യാറാക്കാം. അടുപ്പ് കത്തിക്കുക. എന്നിട്ട് ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ നാടൻ രീതിയിൽ ചെയ്യുകയാണ്, അപ്പോൾ ഒരു നാടൻ വിഭവം. പിന്നെ വെളിച്ചെണ്ണ ഒരു 2-3 ടേബിൾ സ്പൂൺ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ എണ്ണ നല്ല ചൂടായി കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവ മുഴുവനെ ഇട്ട് പൊട്ടിക്കുക. എണ്ണ നല്ല ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ, അപ്പോൾ ചെറുതായി ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഇനി ഇതിലേക്ക് കറിവേപ്പില, പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി ചിക്കൻ്റെ കഷ്ണങ്ങൾ. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചിക്കൻ്റെ പീസസ് ഒരു 30 പീസായിട്ട് മുറിക്കുക. ഒരു 1.5 കിലോ വെയിറ്റുള്ള കോഴി. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കോഴി ഒന്ന് വഴറ്റാം. അപ്പോൾ ഈ ചേരുവകളുടെ കൂട്ടത്തിൽ കിടന്ന് കോഴി ഒന്ന് ചെറുതായിട്ടൊന്ന് എന്താ പറയുക വഴണ്ട് കിട്ടണം. അപ്പോൾ കോഴിയിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും. ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് അതൊന്ന് ഇച്ചിരി ഒന്ന് വറ്റട്ടെ. അപ്പോൾ ഒരല്പം ഉപ്പും കൂടി ഈ ഒരു സ്റ്റേജിൽ തന്നെ ചേർത്ത് കൊടുക്കാം. കുറച്ചുപ്പ്. ഇതൊക്കെ ചിക്കനിൽ പിടിക്കാനായിട്ടാണ്. ഈ സമയത്ത് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ചിക്കനിൽ നന്നായിട്ട് കഷ്ണത്തിൻ്റെ ഉള്ളിലേക്കെല്ലാം നന്നായിട്ട് ഉപ്പ് പിടിക്കും. അപ്പോൾ ചിക്കൻ കുറച്ചൊരു മഞ്ഞ നിറമൊക്കെ ഇങ്ങനെ കയറി ആ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ കുറച്ചുകൂടെ ഒരു ഭംഗിയുള്ളൊരു ചിക്കനായിട്ട് മാറും. അപ്പോൾ ഇതൊരു 5-6 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. ഇപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം കുറച്ചേറെ ഇറങ്ങി വന്നു. അതെല്ലാം ഒന്ന് വറ്റി തുടങ്ങി. അപ്പോൾ അതിൽ ആ ഒരു ജ്യൂസ്, അതായത് ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന കോഴിയിൽ നിന്ന് ഇറങ്ങുന്ന ആ ജ്യൂസിൽ കിടന്നാണ് കോഴി വെന്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു അരപ്പാക് വെന്ത് കഴിഞ്ഞു. അപ്പോൾ വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ എണ്ണ തെളിയുന്ന ഒരു സ്റ്റേജ്. ഇനി നമ്മളിതിലേക്ക് പച്ചമുളക്, ഇതൊരു 4 പച്ചമുളക് 2ആയിട്ട് മുറിച്ചിട്ട് നെടുകെ മുറിച്ചിട്ട് പിന്നെ ഇങ്ങനെ
നീളത്തിന് സ്ലൈസ് ചെയ്യാം, മുറിച്ചതാകാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ധാരാളമായിട്ട് ചേർക്കേണ്ട കാര്യങ്ങളാണ് ഇഞ്ചി നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ നീളത്തിലരിഞ്ഞ് ചേർത്താലും തെറ്റില്ല. ഞാൻ 3 എന്നാണ് പറഞ്ഞത്, പക്ഷേ 4 ആയാലും കുഴപ്പമില്ല. ഇഞ്ചി അതെല്ലാം നീളത്തിനരിഞ്ഞ് തന്നെ ആയിക്കോട്ടെ, ചെറുതായിട്ട് ഫൈനലി ചോപ്ഡ് വേണ്ട. അതുപോലെ വെളുത്തുള്ളി ഒരു 2 ടേബിൾ സ്പൂൺ നീളത്തിലരിഞ്ഞത്. പ്രധാന കാര്യങ്ങളാണ് ഈ 2 കാര്യങ്ങളും. എന്തൊക്കെയാണ്? ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ പച്ചമുളക്. അപ്പോൾ ഇതിൻ്റെ കൂടെ കിടന്ന് വെള്ളമൊക്കെ വറ്റി ആ എണ്ണ തെളിഞ്ഞ് വരുന്ന ഭാഗത്തിനല്ലേ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കിടന്ന് ആ എണ്ണയിൽ കിടന്ന് ഇതെല്ലാം മൂക്കും. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഇച്ചിരി കൂടെ കറിവേപ്പില വേണമെങ്കിൽ ഇടാം. നമ്മൾ ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ടുള്ളൂ, കുറച്ചുകൂടെ ഇടാം. പിന്നെന്താ, ഇതിനോടൊപ്പം നമുക്ക് സവാള, 2 ഇടത്തരം സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാം. അപ്പോൾ ഇപ്പോൾ ശരിക്കും ചിക്കനിൻ്റെ വെള്ളം വറ്റി ആ എണ്ണയാണ് ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നത്. ചിക്കനിൽ നിന്നിറങ്ങിയ ഫാറ്റും ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്ത എണ്ണയും. അപ്പോൾ ഇതിലാണ് കിടന്ന് ഇനി ഈ കാര്യങ്ങളെല്ലാം മൂക്കേണ്ടത്. അപ്പോൾ ഈ മൂക്കുന്നതോടൊപ്പം ചിക്കൻ വേകുന്നു. ചിക്കനിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും സവാളയുടെയും എല്ലാ രുചി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അതൊരു പ്രത്യേക സ്വാദാണ് എല്ലാം കൂടി ചേർന്ന് വേകുമ്പോൾ. അപ്പോൾ എല്ലാവരും ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാകാൻ തുടങ്ങുന്നു. എല്ലാം നിറം മാറി തുടങ്ങി. അപ്പോൾ നല്ല മണം. ഇനി എന്താ വേണ്ടേ? ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി. ഇത് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള നല്ല എരിവുള്ള ഒരു കറിയാണ്. ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്താലും മതിയാകും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ മുളക് പൊടിയും കൂടി ചേർന്ന് ഇപ്പോൾ കളറ് മാറുന്ന നോക്കൂ. നല്ല ഒരു റെഡിഷ് കളറായി മാറി. ആ മുളകിട്ടതിൻ്റെ നിറത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ മുളകൊന്ന് മൂക്കണം. മുളക് പൊടിയുടെ ആ പച്ച കുത്ത് അല്ലെങ്കിൽ പച്ച ചുവന്ന് മാറണം. പെട്ടെന്ന് തന്നെ മാറും. കാര്യം നല്ല എന്താ പറയുക, ചൂടായി കിടക്കില്ലല്ലോ. അതിനോടൊപ്പം ചേർന്ന് കഴിയുമ്പോൾ നല്ലൊരു പെട്ടെന്ന് തന്നെ മൂക്കും. അങ്ങനെ മുളക് പൊടിയും ഇതിൽ കിടന്നിങ്ങനെ മൂക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? തീ അല്പം കുറയ്ക്കുക. എന്നിട്ട് പുളി നമ്മളൊരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി 1/2 കപ്പ് വെള്ളത്തിലിങ്ങനെ കുതിർത്ത്, ഇത് സാധാരണ വാളംപുളിയാണ്, ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. നല്ല പുളി. അപ്പോൾ നോക്കിയിട്ട് ആവശ്യാനുസരണമാണ് ചേർക്കേണ്ടത്. പുളി എത്ര വേണം അതനുസരിച്ച് അല്പം ഒഴിക്കാം. നമ്മൾ പുളി ആവശ്യത്തിന് നോക്കിയിട്ടാണ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടത്. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി ആവശ്യാനുസരണം പുളിവെള്ളം ഒഴിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ പുളിവെള്ളം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യം പോലെ നോക്കിയിട്ട് ഒഴിക്കുക. ഇനി എന്താ വേണ്ടത്? ഇനി കുറച്ച് വേഗ് ബാക്കിയുണ്ട്. ഇനി 1 കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അത്രയും ഒഴിക്കണം നിർബന്ധമില്ല, നോക്കാം. കാര്യം നമുക്ക് കുറച്ച് ചാറൊക്കെ വേണം. അപ്പോൾ ഇതെല്ലാം കൂടി കിടന്നൊന്ന് ഈ 1 കപ്പ് വെള്ളത്തിൽ കിടന്നൊന്ന് തിളച്ച സെറ്റാവണം. ഒരല്പം പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ ഉള്ളൊരു വിഭവമായി മാറും. അപ്പോൾ ഇതെല്ലാം കൂടി കിടന്നൊന്ന് വേകട്ടെ. ഇനി മുളക് വെള്ളത്തിലാണ് നമ്മുടെ ചിക്കൻ വേകേണ്ടത്. അപ്പോൾ ഏതാണ്ടൊരു 3/4 വേഗം ആയിക്കഴിഞ്ഞു. ഇനി ഒരു തളയും കൂടി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചെറിയ തീയിൽ ഇടുക. വേണമെങ്കിൽ ആദ്യത്തെ ഒരു 5 മിനിറ്റ്സ് പാത്രം അടച്ചിട്ട് വേവിക്കാം. അത് കഴിഞ്ഞപ്പോൾ നല്ല തിള വരും. അപ്പം നമുക്കിനി നല്ല തിള വന്നു തുടങ്ങി പാത്രം ഒന്ന് അടച്ചിടാം. കുറച്ച് നേരം ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ അടച്ചിട്ട് വേവിക്കാം. കാര്യം ചിക്കൻ ഏതാണ്ട് വെന്തിരിക്കുവാണ്. ഒരു 3/4 ഭാഗമായിട്ടാണ്, ഇത് 1/4 ഭാഗമേ വേകാനുള്ളൂ. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് അടപ്പൊന്ന് മാറ്റുന്നു. പിന്നെ ചെറിയ തീയിൽ കിടന്നൊന്ന് വറ്റുന്നൊരു സമയം, അത്രേ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളെ കോഴി മുളകിട്ടത് ഫൈനൽ സ്റ്റേജിലാവും. അങ്ങനെ നമ്മളുടെ ചിക്കൻ മുളകിട്ടത് കഴിഞ്ഞ 10 മിനിറ്റ് സമയമായിട്ട് ചെറിയ തീയിൽ ആദ്യം ഒരു തിള വന്നു. ഞാൻ പാത്രം അടച്ചിട്ടു. അങ്ങനെ ഒരു 7 മിനിറ്റ് സമയം പാത്രം അടച്ചിട്ട് നന്നായിട്ട് വേവിച്ചു. ചിക്കനെല്ലാം പാകത്തിന് വെന്തു. അതിൻ്റെ ഉള്ളിലേക്ക് ആ മുളകിൻ്റെ സ്വാദും എല്ലാം ഇങ്ങനെ കയറുന്നതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ചാറൊന്ന് കുറുകാനായിട്ട് അടപ്പ് മാറ്റിയിട്ട് കഴിഞ്ഞ 10 മിനിറ്റ് ആയിട്ട് ഇതിങ്ങനെ ചെറിയ തീയിൽ കിടക്കാണ്. നോക്കൂ ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റേജ് എങ്ങനെയുണ്ടെന്ന്. എണ്ണയൊക്കെ തെളിഞ്ഞ നല്ലൊരു ചുമന്ന കറി. ചാറൊക്കെ ആവശ്യത്തിന് കുറുകലായി കഴിഞ്ഞു. ഇതിൽ ഞാൻ വേറെ ഒരു സാധനവും തിക്കനിങ് ഏജൻസ് ഒന്നും ചേർത്തിട്ടില്ല. വേറെ ഒരു ആർട്ടിഫിഷ്യൽ കാര്യം ഇതിലില്ല. കോൺഫ്ലവർ ഒന്നും കലക്കി ഒഴിച്ചിട്ടില്ല കുറുകാനായിട്ട്. അങ്ങനത്തെ ഒരു പരിപാടിയില്ല.
അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ അംശം നമുക്ക് അറിയാൻ സാധിക്കും. അതൊക്കെ അങ്ങനെ തന്നെ, അതാണ് ഞാൻ നീളത്തിന് അരിഞ്ഞിടാൻ പറഞ്ഞത്. അത് അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ കഴിക്കുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കിട്ടും, ഭയങ്കര സ്വാദാണിക്കും. അപ്പോൾ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. കുറച്ച് കറിവേപ്പിലയും കൂടി അവസാനം ചേർക്കാം. അതിൻ്റെ പ്രയോഗം ലാവിഷായിട്ട് ഇടുന്നത് നല്ലതായിരിക്കും. കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ഒരു ചുമന്ന ഒരു മുളക് കറിയുടെ മണം, നല്ല സ്പൈസി ആയിട്ടുള്ളൊരു വിഭവം. ഇത്രയും സ്പൈസി ആക്കണ്ടെന്നുണ്ടെങ്കിൽ അല്പം കുറയ്ക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ നല്ല കുമിച്ചെടുക്കുക. ഹീറ്റ് ടേബിൾ സ്പൂണാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലേ ഈ ഒരു നിറവും ഒക്കെ കിട്ടുള്ളൂ, നിറവും കൊഴുപ്പുമല്ല. അപ്പോൾ വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ കോഴി മുളകിട്ടത് നല്ല രീതിയിൽ തന്നെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു രുചി കാണുമ്പോൾ തന്നെ മനസ്സിലാവണം, നല്ല ചുവന്ന കറിയാണ്. അപ്പോൾ എരിവിൻ്റെ അളവൊക്കെ ആവശ്യാനുസരിച്ച് നല്ല ഒരു സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കനാണ്. അപ്പോൾ ഇത് നല്ല കപ്പയുടെ കൂടെയോ നല്ല ചമ്പാവരി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. പിന്നെ വേണമെങ്കിൽ ദോശ, ആപ്പം, പുട്ട്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എല്ലാ കാര്യത്തിൻ്റെ കൂടെയും കഴിക്കാം, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. എന്തായാലും എരിവും പുളിയും ഉപ്പും എല്ലാം സമം നല്ലതായിട്ട് ഇങ്ങനെ കയറി വരുന്ന, ചിക്കൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർന്ന് വരുന്ന ഒരു നല്ലൊരു വിഭവമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി അടുത്തതായി മാജിക്കാവിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ വിഭവമാണ്. ഇതൊരു പലഹാരമാണ്. ഇതൊരു കൊഴുക്കട്ടയാണ്. ഇതിൻ്റെ പേര് തരിക്കൊഴുക്കട്ട. അപ്പോൾ തരിക്കൊഴുക്കട്ട എന്ന് പറയുമ്പോൾ പച്ചരി, നമ്മൾ സാധാരണയായിട്ട് പച്ചരി ഭയങ്കര ഫൈനായിട്ട് അപ്പത്തിൻ്റെ പോലെയോ പുട്ടിൻ്റെ പോലെയൊക്കെ പൊടിച്ചൊക്കെ അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, വറുത്ത് അരിപ്പൊടിയല്ല. പക്ഷേ ഇതങ്ങനെ ഒന്നും വേണ്ട. നമ്മൾ കുറച്ച് പച്ചരി, നല്ല ഇനം പശയില്ലാത്ത പച്ചരി വെള്ളത്തിൽ കുതിർക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ മിക്സി ഉപയോഗിച്ചിട്ട് ഒന്ന് പൊടിക്കുക, തരിയായിട്ട് പൊടിക്കുക. അപ്പോൾ അതാണ് തരി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പച്ചരി തരി, അപ്പോൾ 1 കപ്പ് പച്ചരി തരിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ടൊരു കൊഴുക്കട്ട. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചരിയുടെ തരി 1 കപ്പ്, തേങ്ങയുടെ 2/2 പാൽ 3 കപ്പ്, തേങ്ങ ചിരകിയത് 3/4 കപ്പ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, നല്ല ജീരകം 1 ടീസ്പൂൺ, പെരിഞ്ജീരകം ചതച്ചത് 1 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 1 എണ്ണം, വറ്റൽമുളക് 3 എണ്ണം ചെറുതായി മുറിച്ചത്, കറിവേപ്പില 2 തണ്ട്, ഉപ്പ് ആവശ്യത്തിന്, നെയ്യ് 1 ടേബിൾ സ്പൂൺ, ചെറിയ ഉള്ളി അരിഞ്ഞത് 4 എണ്ണം, വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ. അപ്പോൾ ആദ്യം തന്നെ അടുപ്പ് കത്തിക്കുക. എന്നിട്ട് ചൂട് കട്ടിയുള്ളൊരു പാത്രം, ആദ്യം ഒരല്പം വെളിച്ചെണ്ണ, ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം. അപ്പോൾ ഇത് 1 കപ്പ് പച്ചരിയുടെ തരി, അതായത് പച്ചരി തരിതരിപ്പായി പൊടിച്ചത് 1 കപ്പ് എടുത്തിട്ട് കുറച്ചേറെ വെള്ളം ഒഴിച്ച് അരമണിക്കൂർ കുതിരാൻ വെച്ചു. എന്നിട്ട് ഊറ്റി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതാണ്. അപ്പോൾ നല്ല കുതിർന്ന് ഇരിക്കുകയാണ്, അരമണിക്കൂർ കൊണ്ട് നല്ലതായിട്ട്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി എണ്ണ ചൂടായി. ആദ്യം നമ്മൾ 1 ടീസ്പൂൺ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ ജീരകം, നല്ല ജീരകം 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. നല്ല ജീരകം 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ. അതുപോലെ തന്നെയാണ് പെരിഞ്ജീരകം 1/2 മുതൽ 1 ടീസ്പൂൺ വരെ. പെരിഞ്ജീരകം ഒന്ന് ചതച്ചതായിരിക്കണം, ചതച്ചിടുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കുറച്ചുകൂടി ഇറങ്ങും. ഇതിലേക്ക് ഒരു 3-4 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഈ അല്പം കുറയ്ക്കാം. അതിനോടൊപ്പം പച്ചമുളക് 1 എണ്ണം ചെറുതായി അരിഞ്ഞത്. ഇത്രയും കാര്യങ്ങളും ചേർത്ത് നല്ല മണം. അപ്പോൾ ജീരകത്തിൻ്റെയും നല്ല ജീരകത്തിൻ്റെയും പെരിഞ്ജീരകത്തിൻ്റെയും ഒക്കെ മണമാണ്. നല്ല മൂക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം. എല്ലാം പൊട്ടി കഴിഞ്ഞു, പാകത്തിന് മൂത്തു കഴിഞ്ഞാൽ പച്ചമുളകിൻ്റെ ഒരു എരിവിൻ്റെ മണം വരുന്നുണ്ട്. അപ്പോൾ എല്ലാം പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു 4 എണ്ണം വട്ടത്തിലായിരുന്നു. അപ്പോൾ ചെറിയ ഉള്ളിയും കൂടി ഒന്ന് വാടി നിറം മാറാനൊന്ന് തുടങ്ങാം. ഇനി ഇതിലേക്ക് നമ്മളൊരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം.
ഇപ്പോൾ ചെറിയ ഉള്ളിയുടെ നിറമൊക്കെ മാറാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 കപ്പ്, ഏകദേശം 3 കപ്പ് തേങ്ങാപ്പാൽ. അപ്പോൾ തേങ്ങാപ്പാൽ കുറച്ച് നെടുകിയ തേങ്ങാപ്പാൽ മതി, കുറുകിയ തേങ്ങാപ്പാൽ വേണ്ട. ഒരു 2ാം പാലോ 3ാം പാലോ ആയാലും കുഴപ്പമില്ല. ഇനി കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. എല്ലാ കാര്യങ്ങളുമായി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഏതാണ്ട് 3 കപ്പ് നെടുകിയ തേങ്ങാപ്പാൽ. ഇനി ഇതിലൊരു കാര്യം കൂടി ചേർക്കണം. നമ്മൾ ഈ പച്ചരിയുടെ തരി ചേർക്കുന്നതിന് മുന്നേ ഇത് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ തേങ്ങ ചിരകിയത് ഇത് ഇഷ്ടത്തിന് ചേർക്കാം. 1/2 കപ്പോ 1 കപ്പോ എന്ത് വേണമെങ്കിലും ആകാം. 3/4 കപ്പ് എന്നാണ് ഞാൻ അളവ് പറഞ്ഞത്. പച്ചത്തേങ്ങ ചിരകിയത് ഇതെല്ലാം തന്നെ നമ്മളുടെ കൊഴുക്കട്ടയുടെ രുചി കൂട്ടുകയുള്ളൂ. തരിക്കൊഴുക്കട്ടയുടെ. അപ്പോൾ നമ്മളുടെ തേങ്ങാപ്പാലും ബാക്കി ചേരുവകളെല്ലാം കൂടി ചേർന്ന് തിള വന്നു തുടങ്ങി. അപ്പോൾ താളിച്ച കടുക്, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെന്താ ചേർത്ത്, പെരിഞ്ജീരകം, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. അപ്പോൾ നല്ല തിള വന്നു. ഇപ്പോൾ തേങ്ങാപ്പാൽ ആ ഒരു കൂട്ടാണ്. പിന്നെ തേങ്ങ ചിരകിയത് ഒരു 3/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ കുതിർത്ത തരിതരിപ്പായി പൊടിച്ച പച്ചരിയാണ്. 1/2 മണിക്കൂർ കുതിർത്ത് അത് അതിനകത്തേക്ക് ഇടുന്നു. 1 കപ്പ്. ഇനി നമ്മൾ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കുക. ആദ്യത്തെ ഭാഗത്തൊക്കെ ഇച്ചിരി കൈയെടുത്താലും കുഴപ്പമില്ല. ഇച്ചിരി വാട്ടറി ആണല്ലോ, കുറച്ച് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ ടൈറ്റായി തുടങ്ങും. ഇത് കുറുകി വരുമ്പോൾ ഇത് അതിനോടൊപ്പം നമ്മുടെ ഈ പച്ചരിയുടെ തരി വേകുന്നൊരു പ്രോസസ്സും നടക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ താളിച്ച കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി ചേർത്തിരുന്നു. ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ്, ഒരു 4ഓ 5ഓ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ഒന്ന് മൂപ്പിച്ചതാണ്. അതെല്ലാം കൂടി ഇട്ട് ഇപ്പോൾ ടൈറ്റായി തുടങ്ങുന്നു, ചെറുതായിട്ട് കുറുകാൻ തുടങ്ങുന്നു. ഇത് അരിപ്പൊടിയല്ലേ, ശരിക്കും പറഞ്ഞാൽ തരിതരിപ്പായിട്ട് പൊടിച്ച പച്ചരിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ടൈറ്റാകും. അങ്ങനെ ടൈറ്റായി ഇങ്ങനെ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നൊരു പാകമായി കഴിയും. അപ്പോൾ ഇത് തേങ്ങാപ്പാലിലല്ലേ നമ്മളിതിങ്ങനെ കുറുക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു സ്റ്റിക്കിനെസ് ഉണ്ടാകും. ഇത് ഇച്ചിരി നേരം തണുക്കാനായിട്ട് വയ്ക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഉറയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉരുട്ടുന്ന സമയമാകുമ്പോൾ അത് കുറച്ച് കയ്യിൽ പിടിക്കാൻ സാധ്യത. അതുകൊണ്ട് നമ്മൾ അവസാനം കുറച്ച് അരിപ്പൊടി നമ്മൾ കരുതി വെക്കുന്നത് നല്ലതാണ്. ഇത് വറുത്ത അരിമാവാണ്. സാധാരണ അപ്പത്തിനോ പുട്ടിനോ ഒക്കെ, പുട്ടിൻ്റെ മാവായാലും മതി വറുത്തത്. അപ്പോൾ അതൊരു 1/2 കപ്പോ 3/4 കപ്പ് എടുത്ത് വയ്ക്കുക. പിന്നെ ലാസ്റ്റ് സ്റ്റേജ് ഇത് നമ്മൾ തീ ഓഫ് ചെയ്യുക. എടുക്കാറായി. ഇനി എടുത്ത് മാറ്റുന്നു. എന്നിട്ട് തണുക്കാനായിട്ട് വയ്ക്കുന്നു ഒരു പാത്രത്തിൽ. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒന്ന് നീഡ് ചെയ്യണം. അന്നേരം ഇച്ചിരി അരിപ്പൊടിയും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ച് കഴിഞ്ഞ് ഒരു 1/2 കപ്പ്, അത് ആവശ്യാനുസരണം ഒരു 3/4 കപ്പ് എടുത്ത് വയ്ക്കുക. 1/2 കപ്പോ 1/4 കപ്പോ എത്രയാണെന്ന് വെച്ചാൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ കയ്യിൽ ഒട്ടാത്ത രീതിയിൽ ഇച്ചിരി മാവും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ മുതൽ എത്ര വേണമെങ്കിലും ആകാം, പക്ഷെ നമ്മൾ 1 ടീസ്പൂൺ മതി, നെയ്യും കൂടി ചേർക്കും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അല്പം നേരം തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് ഉരുട്ടുന്ന സമയത്ത് ഒരല്പം അരിപ്പൊടിയും കൂടി ചേർത്തൊന്ന് യോജിപ്പിക്കും. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയെടുത്ത ആ ഒരു മാവ് കട്ടിക്കാക്കി എടുത്തത് ഒരു പ്ലേറ്റിൽ വെച്ചു. അല്പം തണുക്കാൻ സമയം കൊടുത്തു. എന്നിട്ട് കയ്യിൽ ഒട്ടാതിരിക്കാനായിട്ട് ഒരു 1/2 കപ്പോളം അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയും കൂടി ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു. ഇപ്പോൾ നന്നായിട്ട് തണുത്ത് നമുക്ക് പാകത്തിന് റെഡി ആയിരിക്കുവാണ്. ഇനി ഇതിൽ നിന്നും ഉരുളകൾ ഉരുട്ടി ഒരു പ്ലേറ്റിലേക്ക് വെക്കാം. അപ്പോൾ കയ്യിൽ ഇനിയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ വന്ന 2 കാര്യങ്ങൾ. കൈ ഒരല്പം നനച്ചിട്ട് വേണം ഉരുട്ടാൻ. അപ്പോൾ കൈ ഇങ്ങനെ ഒരു സൈഡിൽ ഇച്ചിരി വെള്ളം എടുത്ത് വയ്ക്കുക. കൈ വെള്ളയിലും കയ്യിലൊന്ന് നനച്ചിട്ട് എത്ര ഉരുളയുടെ സൈസൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഏത് സൈസ് വേണം കൊഴുക്കട്ടയുടെ ഇങ്ങനെ ഉരുട്ടി എടുക്കുക. ഒരു സ്റ്റീമർ ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. താഴത്തെ തട്ടിൽ വെള്ളമുണ്ട്. നല്ലതായിട്ട് ആവി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് വയ്ക്കും. അപ്പോൾ നമ്മളുടെ സ്റ്റീമറിൽ ഇങ്ങനെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഞാൻ എല്ലാ ഉരുളകളും ഉരുട്ടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകൾ ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് വയ്ക്കാം. ഏതാണ്ട് ഒരു 35 കൊഴുക്കട്ടകൾ ഉണ്ട്. ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുമായിരുന്നു. പാത്രം അടയ്ക്കാം.
എന്നിട്ട് ഒരു 10 മിനിറ്റ് സമയം സ്റ്റീം ചെയ്യാം, ആവി കയറ്റാം. അപ്പോൾ നല്ലതായിട്ട് ഇതിപ്പോൾ ഏതാണ്ട് വെന്ത് കഴിഞ്ഞ സാധനമാണ്, ഇതൊരു മുക്കാലും വെന്ത് കഴിഞ്ഞു. എങ്കിലൊരു സ്റ്റീമിങ്ങും കൂടെ വേണം. അത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തരിക്കൊഴുക്കട്ടയായി മാറുന്ന കാഴ്ചയാണ്. അപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞു. ഞാൻ തീ ഓഫ് ചെയ്തു, ഒരല്പസമയം വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അടപ്പ് തുറക്കാം. നമ്മളുടെ കൊഴുക്കട്ട എല്ലാം ഇവിടെ റെഡി ആയിരിക്കണം. ഇപ്പോൾ നല്ല ചൂടാണ്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ സ്വാദിഷ്ടമായ തരിക്കൊഴുക്കട്ട ഇവിടെ റെഡിയായി കഴിഞ്ഞു. കാണാനും സുന്ദരമായ ഇരിക്കുന്ന ഒരു കൊഴുക്കട്ടയാണ്, സുന്ദരി കൊഴുക്കട്ട. നല്ലൊരു യെല്ലോ കളർ ഇരിക്കുന്നല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ തരിക്കൊഴുക്കട്ട. അപ്പോൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പം, സ്വാദിൻ്റെ കാര്യത്തിൽ മുന്നിൽ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും, ആദ്യം കാണിച്ചത് നമ്മളുടെ കോഴി മുളകിട്ടതും, അതും അതിനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു തരിക്കൊഴുക്കട്ടയും. ഇത് 2 വിഭവങ്ങളും പരീക്ഷിക്കുക. പറ്റുമെങ്കിൽ പെരുന്നാളിന് ഈ 2 വിഭവങ്ങളും നിങ്ങളുടെ മെനുവിൻ്റെ ഭാഗമാക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. കൈരളിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും മാജിക്കാവിൻ്റെ റംസാൻ ആശംസകൾ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക്കാവിലൂടെ കാണാം.